ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളോട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളെടുത്ത് ഒന്നും പറയാല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ പോവാണ്. എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈം രാത്രിയാണ് വെക്കുക. കാരണം നമ്മൾ വായിച്ച് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും ബ്രെയിൻ ഡ്രെയിൻ ആവും, പിന്നെ വായിക്കുന്നത് വെറുതെ ആവും. നിയമപരമായ തടസ്സമൊന്നുമില്ലല്ലോ പറയുന്നതല്ലേ, അവിടെ ഫൈനൊക്കെ അടിച്ച് പോകുന്നതല്ലേ? പണ്ട് ഫൈൻ അടിക്കാതെ ആളുകളൊക്കെ ഉണ്ട്. ഫൈൻ എടുക്കാതെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യില്ല. മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. കാരണം കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ നിന്നാലും മാത്രമേ നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ. ആ ജേണി ആയിരിക്കണം നമുക്ക് നാളെ അത് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഇന്ന് പോയി ഇനി നാളെ എന്തായാലും ഞാൻ അത് തിരിച്ചു പിടിക്കുന്നുള്ള രീതിക്ക്. എവിടെയാണോ നിങ്ങൾ പഠിക്കുന്ന ടേബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ സിസ്റ്റം വെക്കണം. ചെറിയൊരു ബഹളം ഉണ്ടാവണം, ഇച്ചിരി അൺകംഫർട്ടബിൾ ആവണം. ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് ആങ്സൈറ്റി വരും. ഇനിയിപ്പോൾ ഇത് വായിച്ചിട്ട് കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അയ്യോ കോൺട്രവേഴ്സിൻ്റെ ഒക്കെ പിന്നാട്ട് പോയിട്ടേ ഇല്ല. കോൺട്രവേഴ്സി ഇല്ലാത്ത പോയിന്റ് ഞാൻ പഠിക്കാനുണ്ടാവും. പിന്നെ കോൺട്രവേഴ്സിനെ പറ്റിയൊക്കെ എന്തിനാ ആലോചിക്കണം എന്ന് ഞാൻ കോൺഫിഡൻസ് എന്തായാലും വേണം, മസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഉറപ്പാണ്. ഹായ് ഓൾ, ഈ കഴിഞ്ഞ INA-CET ഒരു വണ്ടർഫുൾ റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ഡോക്ടർ ഹനീൻ ബഷീറാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ ഹനീൻ ബഷീർ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞോളൂ. ഹായ്, എൻ്റെ പേര് ഹനീൻ ബഷീർ. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 19th ബാച്ച് പാസ് ഔട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ മെയ് INA-CET ഓൾ ഇന്ത്യ റാങ്ക് 73 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് ഹനീന് അതിന് മുന്നേ നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു അലോട്ട്മെന്റ് ആയി കഴിഞ്ഞതിന് ശേഷം പോകാന്നുള്ളത്. അപ്പോൾ അലോട്ട്മെന്റ് ആയല്ലേ? അലോട്ട്മെന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അലോട്ട്മെന്റിൽ എയിംസ് ഭുവനേശ്വർ RD ആണ് വന്നിരിക്കുന്നത്. റേഡിയോ ഡയഗ്നോസിസ് ആണ് സെയിം RD തന്നെയാണോ ഇനി ഹയർ ഓപ്ഷനിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്? അതെ, RD തന്നെയാണുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന കോളേജ് ജോയിൻ ചെയ്യോ അല്ലെങ്കിൽ ഭുവനേശ്വറിലാണോ വേറെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ. എവിടെയൊക്കെ അപ്ഗ്രേഡ് ഉള്ളത്? ജിപ്മറും ഡൽഹിയാണ്. ജിപ്മറിലേക്കും ഡൽഹി എയിംസിലേക്കും ആണ് അപ്ഗ്രേഡ്. രണ്ട് അപ്ഗ്രേഡ് ഉള്ളൂ, തേർഡ് ഓപ്ഷൻസ് ഇപ്പൊ കിട്ടി. തേർഡ് ഓപ്ഷനാണ്. ഓക്കെ. നീറ്റ് PG പഠിച്ചു തുടങ്ങുന്ന സമയത്ത് RD തന്നെയാണോ മൈൻഡ് കണ്ടിരുന്നത്? അല്ല, ഞാൻ നീറ്റ് PG August 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്. ബാട്ടിൻ്റെ ലൈവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. August 1 സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കണ്ടു തുടങ്ങി. November 8 അതിൽ 737 വന്നു. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് അവിടെ എനിക്ക് നടക്കൂലെന്ന് മനസ്സിലായി. പീഡിയാട്രിക്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. റിസൈൻ ചെയ്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിസൈൻ ചെയ്ത് പിന്നെ ക്ലാസ്സൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒന്നും കൂടി പഠിക്കായിരുന്നു. പ്രിപ്പറേഷനിലേക്ക് പോയിരുന്നുണ്ട് അല്ലേ? ഇനി നീറ്റിലേക്കൊന്നും പ്രിപ്പറേഷൻ ഇരിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻ ജനറലി പറയുകയാണെങ്കിൽ ഈ പ്രിപ്പറേഷൻ ജേണി എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ജേണി എന്ന് പറയുന്നത്, ഞാൻ മുന്നേ പ്ലാറ്റ്ഫോംസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. HS കോൺവൊക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വേറൊന്നിനും ആദ്യം പ്ലാറ്റ്ഫോം ഏതാന്ന് റിസർച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ ബാട്ടിയ കാലിക്കറ്റിലേക്ക് എത്തി. പിന്നെ നേരെ പഠിക്കായിരുന്നു. നേരെ ക്ലാസ് കിട്ടും. മാക്സിമം ഞാൻ ലൈവ് ആയതുകൊണ്ട് മാക്സിമം ഞാൻ തന്നെ ലൈവിന്റെ കൂടൊപ്പം പോകും. പിന്നെ അതോടൊപ്പം തന്നെ ഫ്രീ ആക്കി കിട്ടുന്ന സമയത്ത് ഓൾറെഡി റെക്കോർഡുള്ള ക്ലാസ്സും കാണും. നെക്സ്റ്റ് ഇയറിൽ ലൈവ് ഒക്കെ എടുക്കുന്ന കുട്ടികളാണ് എത്ര കാലം കൊണ്ട് ക്ലാസ് കണ്ടു തീർക്കണം? മേ ബി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 64th ബാച്ച് ഒക്കെ ആണെങ്കിൽ 3 to 4 months ഉള്ളിൽ ക്ലാസ് തീരണം. എത്ര ഫാസ്റ്റ് ആക്കാൻ പറ്റും? ഫാസ്റ്റായി തീർത്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് അന്നന്ന് തന്നെ വായിച്ച് പോയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സർജറിയൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അവസാനം അത് വായിക്കും പുതിയ എടുത്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെയും നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് പിന്നെ അത് ബിൽഡ് ചെയ്തുകൊണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ? നമ്മൾ വീഡിയോ കണ്ട് എഴുതുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കരുത്. അതിൻ്റെ കൂടെ റീഡിങ്ങും കറക്റ്റായിട്ട് നടക്കണം എന്നുള്ളത് അല്ലേ? അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? കോളേജിൽ ബാച്ചിൽ ഒരു ടോപ്പർ ആയണോ? എന്താണ്? അത്ര ടോപ്പറില്ല. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു 60-70% ആ റേഞ്ചിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഈ INA-CET തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണോ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ നീറ്റ് തന്നെയാണോ നെക്സ്റ്റ് ഇയറിൽ നീറ്റ് നോക്കാമെന്നാണോ? നീറ്റ് നോക്കാന്നുള്ള രീതിക്ക് തന്നെയാണ് തുടങ്ങിയത്. നീറ്റ് എക്സാം ആണ് ഞാൻ ആകെ അറ്റൻഡ് ചെയ്തത് HS ടൈമിൽ. അതിൽ എക്സാം എഴുതിയപ്പോൾ കിട്ടും എന്ന് വെച്ചാൽ കണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെയൊക്കെ കണ്ട ടോപ്പിക്സ് ആണ്. ഏതെങ്കിലും ഒരു നല്ല പ്ലാറ്റ്ഫോം എടുത്ത് പഠിച്ചാൽ സെറ്റ് ആവുന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 80,000 ആയിരുന്നു റാങ്ക്. ഏത് കഴിഞ്ഞ HS-ന്റെ അവിടെ? അതായത് മെയ് 2025 മെയ്യിലല്ലേ? അല്ല, HS-ന്റെ കൂടെ എഴുതിയ നീറ്റ് ഉണ്ടല്ലോ. ഓക്കെ. നീറ്റ് 2025 എഴുതിയപ്പോഴാണ് 80,000 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പിന്നെ ഓരോ ഇയറും അക്കാഡമിക്കലി ഫുള്ളി MCQ ചെയ്ത് ഓറിയന്റഡ് ആയി നിൽക്കുന്ന പേഴ്സൺ ഒന്നുമല്ല. അല്ല, തീരെ നമ്മളെ എന്താ പറയുക, നമ്മളെ ബാച്ച് അങ്ങനെ അത്ര ആ കൾച്ചർ ഇല്ല മാരോ എടുക്കുന്ന. പിന്നെ ഇപ്പോഴാണ് എല്ലാവരും മാരോ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ UG സമയത്ത് MCQ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, തീരെ ഇല്ല. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് HS ചെയ്യുന്ന സമയത്ത് ഇല്ല, നമ്മളെ കോളേജിൽ എന്തായാലും അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായില്ല.
എന്നാലും പഠിക്കുന്ന ആളുകളൊക്കെ കുറച്ചൊക്കെ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2025 ഓഗസ്റ്റ് 1 കോഴ്സ് ജോയിൻ ചെയ്ത് മുതലാണ് ക്ലാസ്സും ക്വസ്റ്റ്യനൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ? അതിനുശേഷം ഞാൻ 100% എൻ്റെ വിശ്വാസത്തിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ ആയിരുന്നു പഠിച്ചത്? അല്ല, നവംബർ INE വരെ ഞാൻ ഇവിടെ ഹോസ്റ്റലായിരുന്നു. അത് കിട്ടിയപ്പോൾ പിന്നെ എല്ലാം ക്ലോസ് ചെയ്ത് പോയതാ. പിന്നെ അവിടെ ഫൈനൊക്കെ അടച്ച് ബഡ്ജറ്റ് പ്രശ്നമായപ്പോൾ അതൊന്ന് പറയോ? അതായത് അന്ന് 600 ആയിരുന്നു റാങ്ക് ഉണ്ട്. എത്ര? 730 റാങ്ക്. പീരിയോഡിക്സ് എവിടെ എടുത്തിരുന്നേ? എയിംസ് കല്യാണി, വെസ്റ്റ് ബംഗാൾ. നിയമപരമായ തടസ്സമൊന്നുമില്ലല്ലോ പറയുന്നതിനല്ലേ? അവിടെ ഫൈനൊക്കെ അടിച്ച് പോകുന്നതല്ലേ? പണ്ട് ഫൈൻ അടിക്കാതെ ആളുകളൊക്കെ ഉണ്ട്. ഫൈൻ അടക്കാതെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യൂല. 3 lakhs ഫൈൻ അടിച്ച് അത് ഇത് ചെയ്തു. അപ്പൊ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞിരുന്നു ആ സമയത്ത്? വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒന്നും കൂടി ഇരിക്കാനുള്ള ധൈര്യം കിട്ടിയത്. വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തു. വീട്ടിൽ നിന്നിരുന്നാണ് പഠിച്ചത്? പിന്നെ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചത്. ഓക്കെ. പഠിക്കുന്നതിന്റെ ആ ട്രാക്ക് റെക്കോർഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഓഗസ്റ്റ് മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞു. എത്ര ഹവേഴ്സ് ഡെയിലി ഇരിക്കുന്നു? എത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യായിരുന്നു? തുടക്കം വീഡിയോ കാണുന്ന സമയത്ത്, വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ എത്ര ലൈവിന്റെ കൂടെ തന്നെയായിരുന്നു പോക്ക്. അവര് ലൈവ് ഷെഡ്യൂൾ ഇല്ലല്ലോ, DBMC അതിന്റെ കൂടെ തന്നെ പോകും. അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ക്ലാസ് ടെസ്റ്റ് MCQ ഇടുമല്ലോ, ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് അത് ചെയ്യും. എന്നിട്ട് പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു 30-40 ആ റേഞ്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അന്ന് പിന്നെ കിടന്നിറങ്ങും, രാവിലെ ഒന്നും കൂടി വായിക്കും. എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 100 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തുടക്കത്തില്. പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആയി. പിന്നെ കൂട്ടി 150, 200. ഇപ്പം ലാസ്റ്റ് 3 months ഒക്കെ ഞാൻ 300 to 400 ക്വസ്റ്റ്യൻ പെർ ഡേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. വായനൊക്കെ ആ സമയത്ത് എത്ര കൊണ്ടുപോയിരുന്നു? 300-400 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ വായന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈം രാത്രിയാണ് വെക്കുക. കാരണം നമ്മൾ വായിച്ച് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും ബ്രെയിൻ ഡ്രെയിൻ ആവും. പിന്നെ വായിക്കുന്നത് വെറുതെ ആവും. ഇപ്പോൾ MCQ അല്ലെങ്കിൽ നമ്മളൊരു GT അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തേ മതിയാവും. അപ്പോൾ പിന്നെ നമ്മൾ രാത്രിക്ക് വെക്കും MCQ ചെയ്യാൻ. എന്നിട്ട് ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ഡൂയിങ് തന്നെ ആവും ആ സമയത്ത് ഉണ്ടാവുക. റീഡിംഗ് ആണെങ്കിൽ പിന്നെ പാസീവായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വെറുതെ നമ്മൾ ബ്ലാങ്ക് ആയി പേജ് മറിച്ചിടേ ഉള്ളൂ. ഇതിപ്പോ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് MCQ നമ്മൾ വർക്ക് ചെയ്യണം, ബുദ്ധി വർക്ക് ചെയ്ത് പോകും, അല്ലാതെ വേറെ വഴിയിൽ എത്ര കിട്ടണ്ടേ. റീഡിംഗിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? എത്ര പോർഷൻസ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? ഞാന് ഓരോ ടൈം ടേബിൾ എന്തായാലും ഇടും. ബാട്ടിന്റെ ടൈം ടേബിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അത് മോഡിഫൈ ചെയ്ത് അതിനനുസരിച്ച് റിവിഷൻ കൊണ്ടുപോയി. ക്ലാസ് രാവിലെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തേക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങുന്ന മുന്നേ എന്തായാലും ഞാൻ ആലോചിക്കും, ഇന്ന് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ഇനി എത്ര ബാക്കപ്പ് ഉണ്ട്, ഇനി നാളെ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ അന്ന് കിടക്കുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഡൗൺ ആവാറില്ലേ? ഡൗൺ ഇഷ്ടം പോലെ ആവാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു എന്തായാലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു സ്യൂഡോ കോൺഫിഡൻസ് ഓറ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കിട്ടും, ആർക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് എന്തായാലും വേണം. മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. കാരണം ഇല്ലാതെ നടക്കില്ല. കാരണം കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ നിന്നാലും മാത്രമേ നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ. ഡൗൺ ആവുന്ന സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യും? ഒരു ഡേ ഒക്കെ മടുപ്പ് വരുന്ന ദിവസമൊക്കെ വരും അല്ലേ? പഠനം നിർത്തിയാലോ തോന്നിയിട്ടുണ്ട്? അതൊക്കെ തോന്നാത്ത ഏകദേശം. അതായത് എന്റെ ബ്രെയിനിന് മാത്രം എന്തോ കുഴപ്പമുണ്ട്, ഇതിന് മാത്രം ഭയങ്കര ഫോഗ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ തോന്നാതെ എല്ലാവർക്കും ഈ ജേണിയിൽ എല്ലാവർക്കും ഇന്നോവേറ്റീവ് എല്ലാവർക്കും വേണ്ട ഒരു ഫീലിംഗ് ആണ്. അതെങ്ങനെ ഓവർകം ചെയ്തു? ആ ജേണി ആയിരിക്കണം നമുക്ക് നാളെ അത് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഇന്ന് പോയി ഇനി നാളെ എന്തായാലും ഞാൻ അത് തിരിച്ചു പിടിക്കുന്നുള്ള രീതിക്ക്. ഇന്ന് വർക്കൗട്ട് ആവാത്തൊരു സാധനം ഉണ്ട്, അപ്പൊ നമുക്ക് അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എവരി ഡേ സ്മൂത്തനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കാണാൻ നമുക്ക് പറ്റൂല അല്ലേ? അതൊന്നും ഒരിക്കലും ഒരാളെ കൊണ്ട് പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. പറ്റുന്നവരുണ്ടെന്ന് അറിയില്ല. നന്നായി ഹെൽപ്പ് ചെയ്ത് ആരെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ മേ ബി ഫ്രണ്ട്സ്, ഫാമിലിന്ന്, മെന്റേഴ്സ് ഒക്കെ? ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ കാലിക്കറ്റ് തന്നെ മെന്റേഴ്സ്, ഷിറിൻ മാഡം അവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. പിന്നെ ഞാൻ അധികം അങ്ങനെ ഡൗട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ആളല്ല. കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആണോ? അങ്ങനെയാണ്, ചോദിക്കാൻ വേണ്ടിയാവും. പിന്നെ ഇവിടെ എന്തിനും മീറ്റിംഗ്സ് ഒക്കെ നടക്കാറുണ്ട് എപ്പോഴും. അതിലൊക്കെ ഞാൻ കയറി നോക്കാറുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ TV അങ്ങനെ. ഓക്കെ. ഈ 100 ഉള്ളിലേക്ക് റാങ്ക് വരിക എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇതിന് സ്പെഷ്യലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? സ്പെഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോ ഒരു സബ്ജക്റ്റ് കണ്ട് എന്നാൽ പിന്നെ 2 ദിവസം ബ്രേക്ക് എടുക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ പിന്നെയും അതിൽ എന്തായാലും അടുത്ത പ്രോഗ്രസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കണം. അല്ലാതെ നമ്മൾ ഡെയിലി എന്തായാലും നമ്മൾ പഠിക്കണം. ഡെയിലി പഠിക്കാതെ വഴി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെയിലി പഠിച്ച് രാവിലെ ഒരു നമ്മൾ എത്ര മണിക്കാണോ ഇരിക്കുന്നത് ഒരു 12 hours എന്തായാലും വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ
ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, GT അറ്റൻഡ് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. GT ഞാൻ മെയിനായിട്ട് ലാപ്പിലാണ്, വീട്ടിലുള്ള ലാപ്പിലാണ് യൂസ് ചെയ്തത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട് എന്നുള്ളത് അല്ലേ? ഓരോ GTനെ ഞാൻ ശരിക്കും എക്സാം എന്നുള്ള രീതി തന്നെ എടുത്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എന്തായാലും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഒരു 3 മണിക്കൂർ ആ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റൂല. അമ്മാതിരി സ്ട്രെസ്സാണ്. നമ്മൾ അത്രയും സ്റ്റുഡൻസ് ക്രൗഡിനെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും ആ സ്ട്രെസ് നമ്മൾ GT ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ അതിന് യൂസ്ഡ് ആക്കിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം. എനിക്ക് ഇൻവേരിയബിളി ഈ വർഷത്തെ സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ വന്ന് ഇവിടെ ഒരു 50 രൂപ ഫീസ് അടിച്ച് അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എവിടെയാണോ നിങ്ങൾ പഠിക്കുന്ന ടേബിൾ അല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ സിസ്റ്റം വെക്കണം. ചെറിയൊരു ബഹളം ഉണ്ടാവണം, ഇച്ചിരി അൺകംഫർട്ടബിൾ ആവണം, ടൈം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണം, വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാൻ ഒരാളും വെക്കണം അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ സ്ട്രെസ് അങ്ങ് ഫോം ചെയ്യുക. ആ സ്ട്രെസ് പിന്നെ യൂസ്ഡ് ആവണം എന്നുള്ള കാര്യമാണ് അല്ലേ? ഞാൻ 100-ഉള്ള കാര്യം ചോദിച്ചത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം കണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് 100-ഉള്ളിലേക്ക് എത്താൻ? കണ്ടന്റ് ആദ്യം ക്രിസ്പായിട്ടുള്ള ഒരു കോഴ്സ് എന്തായാലും വേണം. നമ്മൾ ഈ ഷോർട്ട് ടൈമിൽ എന്തായാലും ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാന്നുള്ള പരിപാടിയൊന്നും എന്തായാലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കാൻ നടക്കൂല. അപ്പോൾ നമുക്ക് കറക്റ്റ് കോഴ്സ് പല രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഓരോരുത്തർ റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് ഓരോരുത്തർക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. ഞാനിവിടുന്ന് സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ച് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ 25-ലൊക്കെ നല്ല അടിപൊളി റിസൾട്ടും കണ്ട് ഇങ്ങനെ ബാട്ടിയെ ചൂസ് ചെയ്തു. പിന്നെ അത് ക്ലാസ് നോട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ക്ലാസ് നോട്ട് തന്നെ. പിന്നെ ഞാൻ മേലെ ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാം ആഡ് ചെയ്യൂല. വേണം PYQ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തുമ്പോൾ തെറ്റുമ്പോൾ അനുസരിച്ച് ഒരു നോട്ട് ജസ്റ്റ് കീപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ അപ്പോൾ ബേസിക്കലി ക്ലാസ്സിലെടുത്ത ആ നോട്ട് തന്നെയാണ് നിങ്ങൾ 90-95% യൂസ് ചെയ്തിരിക്കുന്നത്. വെരി റയർലി മാരവല്ല ചില എക്സ്പ്ലനേഷനിൽ ചില പാർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം എഴുതി വെക്കും എന്നുള്ളത് അല്ലേ? എല്ലാം ആഡ് ചെയ്യൂല. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മിസ്സായ ടോപ്പിക്ക് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടാവും. എല്ലാം ഒന്നും ഒരു കോഴ്സിലും കവർ ചെയ്യാനൊന്നും എന്തായാലും പറ്റൂല. അപ്പോൾ നമ്മൾ എല്ലാത്തിനെ ട്രസ്റ്റ് ചെയ്യുക, അതിൽ പോവുക. അത് തന്നെ റീഡ് ചെയ്ത് നമുക്ക് ആൻസർ ടക്കെ എന്ന് പറഞ്ഞ് വരണം. ഓക്കെ, ഞാൻ തിയററ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാൾ വെരി ഹാർഡ്ലി വർക്ക് ചെയ്യാൻ ബില്ലിംഗ് ആണ്, പറഞ്ഞതുപോലൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഹനീൻ്റെ അതേ ട്വിൻ ബ്രദർ ആണെന്ന് വിചാരിക്കുകയാണ്. അവനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് നീ നിന്റെ കയ്യിലുള്ള നോട്ടും കൊടുത്തു, വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നോട്ട് മാത്രം വെച്ച് ഒരാൾക്ക് എത്ര റാങ്ക് വരെ പോകാൻ പറ്റും? നോട്ട് മാത്രം വെച്ചിട്ട് മേലെ ക്യൂ ബാങ്ക് യൂസ് ചെയ്താണോ? ക്യൂ ബാങ്കും ഉണ്ട്. ചെയ്യണ്ടേ? അല്ലാതെ പിന്നെ ധാരാളമാണ്. കാരണം ഈ കണ്ടന്റ് നമുക്ക് തീർക്കാൻ ഇപ്പൊ ചോദിച്ചാൽ പോലും എനിക്ക് ഫുൾ അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പിന്നെ ഈ റിവിഷൻ കണ്ടതും വെച്ച് നമുക്ക് എല്ലാം എന്തായാലും ഒരു നോട്ടിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഓപ്ഷനിൽ റൂൾ ഔട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വകുപ്പ് നമുക്ക് എല്ലാ സബ്ജക്റ്റും കൂടി പഠിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി. ഞാനിപ്പോൾ ഇൻഡയറക്ട്ലി ഹനീനോട് പറയാൻ ട്രൈ ചെയ്യിച്ച കാര്യം ഇതാണ്. ടോപ്പ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, നമ്മുടെ കയ്യിലുള്ള നോട്ട് തന്നെ ഇനിയും ഹനീനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറേ അധികം പഠിക്കാൻ അത് തന്നെ ബാക്കിയുണ്ട്. അതിന് സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് കോഴ്സ് ആഡ് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി എൻറിച്ച് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇത് തന്നെ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള സാധനം തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഹനീൻ ചെയ്ത ഒരു 1 or 2 എല്ലാവരും പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെയ്ത റുട്ടീന് അല്ലെങ്കിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറന്ന് വെച്ച് തന്നെ GT ചെയ്താൽ നോക്കി. ഇതേപോലുള്ള വേറെ തോന്നിയ ചില കാര്യങ്ങൾ, ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയ കാര്യങ്ങൾ? ഒന്ന് ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്യുന്നതും GT അറ്റൻഡ് ചെയ്യുന്നതും നൈറ്റ് മാറ്റി വെച്ചത്. കാരണം ആ ടൈം യൂസ്ഫുൾ ആവും, കറക്റ്റ് അതിൻ്റെ വാല്യൂ എന്തായാലും കിട്ടും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോമോ അത്യാവശ്യം നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അത് ഞാൻ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ആദ്യം തീർക്കുക, അതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ആദ്യം. കാരണം ഏകദേശം ടോപ്പേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോഴും അവരും ഇതന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ച് ആ ട്രസ്റ്റ് നല്ലോണം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് കിട്ടും എങ്ങനെ ഞാൻ തന്നെ മനസ്സിലിങ്ങനെ പറയും, കിട്ടും. പക്ഷെ ഞാൻ വേറെ ആരോടും പറയലില്ല കിട്ടും. എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറയും, നിനക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ട്രസ്റ്റ് എന്തായാലും ബിൽഡ് ചെയ്യണം. പിന്നെ തോന്നിയിട്ടുള്ള കാര്യം MCQ നല്ലോണം ചെയ്യണം. 300-400 എന്നൊക്കെയുള്ള ലാസ്റ്റ് 3 മന്തിലേക്ക് എത്തിച്ച് എന്നൊക്കെയുള്ള കാര്യം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. വേറെ എന്തെങ്കിലും നോട്ട്സ് 20th നോട്ട് ബുക്ക് പോലെ കീപ്പ് ചെയ്യുന്നതോ, മിസ്റ്റേക്സ് ബുക്ക് കീപ്പ് ചെയ്യുന്നതൊക്കെ? 20th നോട്ട് ബുക്ക് ആയിട്ടല്ല, ഞാൻ മറന്നു പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ ബിഷപ്പ് സ്കോർ അല്ലെങ്കിൽ ടേബിൾസ് ഉണ്ടല്ലോ ചിലത്, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുകൂടി വ്യക്തമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക എടുക്കാൻ പറ്റിയ രൂപത്തിലേക്ക് ആക്കി രണ്ടാമത് റീഡ്രോ ചെയ്ത് വെക്കും. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് വായിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും ഈ ടേബിൾ എന്തായാലും ഞാൻ മറക്കും.
എല്ലാ ക്വസ്റ്റ്യനിൽ ഞാൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് അത് തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് മനസ്സിലാവും ഈ ടേബിൾ എന്തായാലും ഞാൻ ഇനി 1, 3, 4 പ്രാവശ്യമൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും സെയിം സാധനം തന്നെ. അപ്പം മനസ്സിലാവും ഇതെന്തായാലും എൻ്റെ മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എന്തായാലും ഇതെനിക്ക് നോക്കണം എന്ന് മനസ്സിലാവുന്ന ടൈപ്പ് സാധനങ്ങളുണ്ടാവും. എല്ലാവർക്കും അത് മനസ്സിലാവും. ഒരു 3-4 തവണ തെറ്റിച്ച ഒരു ഏതെങ്കിലും ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ 3-4 ഈ ബിഷപ്പ് സ്ക്വയർ തന്നെ ഞാൻ ഒരുപാട് തവണ തെറ്റിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പം എനിക്ക് ഇന്നലെ കിട്ടിയ കാര്യം. ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഞാൻ പഠിച്ചു തന്നെ വീണ്ടും തെറ്റിക്കുന്നത്. ഞാൻ ഈ എക്സാമിന് ഇനിസെറ്റിന് തന്നെ തെറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് വാരറ്റീസ് ഓഫ് ആഗസ്. അതുവരെ ഞാൻ എന്താ പറയാ ഓവർ തിങ്ക് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും തെറ്റും. പക്ഷേ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ഓൺ മൂവിങ്. അപ്പൊ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ് അല്ലേ. അത് ഞാൻ ഉദ്ദേശിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ടോപ്പർ ആവാൻ പോകാത്ത ആളാണോ, എനിക്കെന്തോ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിൽ 2 ഡിജിറ്റ് വാങ്ങിയ ഹനീനും നിങ്ങൾ അതേ ഫീലിങ്ങിലൂടെ തന്നെയാണ് പോയത് എന്നുള്ളതാണ്. ദർ ഈസ് നത്തിങ് അൺയൂഷ്വൽ. കുറച്ചുകൂടെ ആ സെയിം ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാലും പഠനം നിർത്താണ്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മാത്രമാണ് ഒരു ഡിഫറൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് അല്ലേ. അതെ, ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. എന്തുണ്ടായാലും എന്ത് മുടക്കമുണ്ടായാലും നമ്മൾ പഠിച്ചുകൊണ്ടേ നിൽക്കണം. ഇങ്ങനെ GT പ്രോഗ്രസ് ഒന്ന് പറയോ, എങ്ങനെ ഉണ്ടായിരുന്നു? GT ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നവംബർ INI മാരോന്റെ മോക്കായിരുന്നു. അതിൽ 90 സംതിങ് കറക്റ്റ്. പക്ഷേ നവംബർ INIയിൽ നല്ല ആ ഗ്രാൻഡ് ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്തേ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞാൻ GT അറ്റൻഡ് ചെയ്യാൻ പേടിയായിരുന്നു സാധനം. അപ്പൊ പിന്നെ മനസ്സിലായി ഇതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒറ്റ ക്വസ്റ്റിനും ആൻസർ ചെയ്യുമ്പോൾ മറ്റേതൊന്ന് പഠിച്ചു പോയി ഒന്ന് ഉഷാറാക്കാന്ന് കരുതി GT എഴുതി നോക്കിയതാണ് 90 ആണെന്ന് കറക്റ്റ് വന്നുള്ളൂ. പിന്നെ അതെങ്ങനെ കൂടി വന്ന് പിന്നെ അത് 20 ദിവസം ഞാൻ നല്ലോണം പഠിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ നവംബർ INIക്ക് വേണ്ടി അത്യാവശ്യം നല്ലോണം പഠിച്ചു. അത് നവംബർ INI കഴിഞ്ഞ് പിന്നെ GT തുടങ്ങുന്ന സമയത്ത് 120 ആയി. 120 പിന്നെ അത്യാവശ്യം 1 മന്ത്ലിയാണ് എടുത്തോണ്ടിരുന്നത് തുടക്കത്തിൽ. പിന്നെ 120 140 കുറേ സമയം നിന്നു അത്യാവശ്യം. പിന്നെ 150 155 ആ റേഞ്ചാണ് മാക്സിമം നിന്നുണ്ടായിരുന്നു. ലാസ്റ്റേക്ക് GT എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്താറുണ്ട്? വൺസ് വീക്ക്ലി എന്തായാലും ചെയ്തിട്ടുണ്ട്. ചില പഠിക്കാൻ പറ്റണില്ല എന്നുള്ള സമയത്ത് ഒരു വീക്ക്ലി 2 ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഔട്ട് ആവില്ല. ലാസ്റ്റ് വീക്കല്ല ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് ആങ്സൈറ്റി വരും. എന്താ ഇനിയിപ്പോൾ ഇത് വായിച്ചിട്ട് കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ മൈൻഡ് ക്ലിയർ ആകുന്ന മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ GT അറ്റൻഡ് ചെയ്യും. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ആ 3 hour. അങ്ങനെ ആ സമയം അപ്പോൾ GT വെറുതെ നിന്ന് ഒരു എന്താ പറയാ എന്തോ ആയി പോകണ്ടെന്ന് കരുതിയിട്ട് GT കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചില സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടിയില്ല എന്ന് തോന്നിയ ഞാൻ GT പെട്ടെന്ന് റിവ്യൂ ചെയ്തു പോയിരുന്നു. പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ GT റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതിനെ ചിലത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. എന്താ പറയുക, ഓൾറെഡി ഡൗട്ട് ചെയ്തിട്ട് കുത്തിയ ആൻസേഴ്സ് അതും പിന്നെ റോങ് ആൻസേഴ്സും മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യലുണ്ടായിരുന്നുള്ളൂ. മറ്റേത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സാധനം ഞാൻ റിവ്യൂ ചെയ്യില്ല, നോട്ടിലുള്ള സാധനം റിവ്യൂ ചെയ്യില്ല. അത് പിന്നെ തോന്നി അതും കൂടി റിവ്യൂ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. ടൈം ഉണ്ടേ ചെയ്യായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, മേ ബി ചെയ്ത് തുടങ്ങിയത് പോലത്തെ ചില ഈ ഓൺലൈനിലോ അല്ലെങ്കിൽ ChatGPT അങ്ങനെ AI ടൂളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുക. ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഡീൽ ചെയ്തിരുന്നത്? അയ്യോ, കോൺട്രവേഴ്സിൻ്റെ ഒക്കെ പിന്നാട്ട് പോയിട്ടേ ഇല്ല. കോൺട്രവേഴ്സി ഇല്ലാത്ത പോയിന്റ് ഞാൻ പഠിക്കാനുണ്ടാവുമ്പോൾ പിന്നെ കോൺട്രവേഴ്സിനെ പറ്റിയൊക്കെ എന്തിനാ ആലോചിക്കണം എന്ന് ഞാൻ ആക്ച്വലി അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഫോമോ എന്നല്ല പറയുക, അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുക. അതായത് നമ്മൾ വർക്ക് എടുക്കുന്നതിനെ നിർത്തി വെക്കാൻ ഒരു കാരണം കണ്ടെത്തുക. എക്സാക്ട്ലി നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്, വാണ്ടറിങ് ആണ്. അതിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും നീങ്ങാതിരിക്കാന്നൊക്കെ കാണാറുണ്ട് പിള്ളേർ. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതവിടെ വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ല എന്ന് എന്റെ മൈൻഡ് പറയണ ഞാൻ അതവിടെ വിടും, കട്ട് ചെയ്യും. എടുക്കാനുള്ള പണി വേറെ കിടക്കുന്നുണ്ട്. ഞാൻ ബാക്കി നോട്ടുകൾ തീർത്തതിന് ശേഷം പിന്നെ നോക്കാന്നുള്ള മൈൻഡാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഇപ്പൊ നീറ്റ് എഴുതാൻ പോകുന്നുണ്ട്. 3 അല്ലെങ്കിൽ 4 ആൻസർ ഒക്കെ ആയിട്ട് പറയാം. ഒരു 110 സ്കോറുള്ള ആളുണ്ട്, 130 സ്കോറുള്ള ആളുണ്ട്, 150 സ്കോറുള്ള ആളുകളുണ്ട്. ഈ 3 ആളുകളായിക്കോട്ടെ, ഇവരോട് എന്ത് പറയും? മേക്ക് ഉപദേശം നല്ല ആ പാത്തൂരോട് ജസ്റ്റ് ഒരു 1 മന്ത് മുന്നേ അല്ലെങ്കിൽ 2 മന്ത് മുന്നേ കടന്നു പോയി മേ ബി ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ റിസൾട്ട് കിട്ടി സീറ്റ് കിട്ടുമ്പോഴല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ അല്ലേ? അതിനു നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്ത ആണെന്നുള്ള എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി നിൽക്കും. അപ്പൊ ഈ ഒരു പൊസിഷൻ നിൽക്കുന്നതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഈ ഒരു 110 ഉള്ള ആളോട് എന്ത് പറയും? 110 ഉള്ള ആരോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റീഡിങ് ഒന്നും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്, അവരുടെ റിവിഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. മാക്സിമം നോട്ടിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഉള്ള ഏത് പ്ലാറ്റ്ഫോം ആണോ
അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് വാട്ട് എവർ ബി നിങ്ങൾ യൂസ് ചെയ്തപ്പോൾ അതിൽ തന്നെ നിൽക്കുക അല്ലേ? തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റുമോ. ഇനി ആക്റ്റീവ് റീകോളിനൊക്കെ ടൈം എടുക്കും, അതിനുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല. മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാം റിവിഷൻ. അതിനോട് തന്നെ ക്വസ്റ്റ്യൻ കൊണ്ടുപോകുക. രാത്രി ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഇങ്ങനെ ഞാൻ ഇന്ന് 100 ചെയ്യുള്ളൂ എന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എത്ര ഒരാളെ കൊണ്ട് പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുക, അത്രയും റിവിഷൻ ചെയ്യുക. പിന്നെ അത് എത്ര കാലം കൊണ്ട് പ്രോഗ്രസ് ആവും? 2 മാസം മതിയോ ഇതിന്? 2 മാസം കൊണ്ടൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ഇല്ല, ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ നവംബർ മോക്ക് എക്സാം അത്യാവശ്യം മോശമായിരുന്നു, മോക്ക് മാരോ. പക്ഷേ നവംബർ INCTയിൽ 140 കറക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല. നമ്മൾ കോൺഫിഡൻസ് എന്തായാലും വേണം, മസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ് ജൂൺ മന്തിലെ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ഈ മന്ത് മുതൽ ഈ 110 ഉള്ള ആളോ 100 ഉള്ള ആളോ ഒക്കെ സ്ട്രോങ്ലി നേരത്തെ പറഞ്ഞതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 30 ആകുമ്പോഴേക്ക് 160 എത്താൻ പറ്റുമോ? ഉറപ്പായിട്ട് പറ്റും. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം എനിക്കിത് പറ്റും. പക്ഷേ ഒരു ദിവസം വിചാരിച്ച് 2ാമത്തെ ദിവസം അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്യട്ടെ. അത് കുറച്ചുകൂടി ഐക്യമുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ച് അനിൽ ബഷീറിനെ പോലത്തെ ആളുകൾക്ക് പറ്റുമെന്നില്ലേ ചെയ്യുള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും പറ്റുമോ? അയ്യോ, അതിന്റെ എക്സാമ്പിൾ അല്ലേ മുന്നേ ഇന്റർവ്യൂ കഴിഞ്ഞ ആള്. എത്ര ആളുണ്ട് നമ്മളെ കോളേജിൽ നിന്നൊക്കെ സാർമാർ പറയല് പ്രൈവറ്റ് കോളേജിൽ നിന്നാണ് സ്റ്റുഡൻസ് കൂടുതൽ എന്നാണ്. ഇപ്പൊ പിന്നെ കുറച്ചും കൂടി എന്താ പറയാ ഗവൺമെന്റ് കോളേജിൽ നിന്ന് കുട്ടികൾ ഐക്യം എത്ര ഫാക്ടർ ആയി തോന്നുന്നുണ്ട്? IQ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ എഫേർട്ട് ആൻഡ് നമ്മൾ എത്രത്തോളം ഈ കണ്ടന്റ് സെയിം കണ്ടന്റ് തന്നെ റിവൈസ് ചെയ്യുന്നു ആൻഡ് ഈ ഇമേജ് മെമ്മറി അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഇതിൽ ഭയങ്കരം IQ ചെയ്യാൻ ഇത് IIT ഒന്നുമല്ല. നല്ല ക്ഷമ വേണം അല്ലേ? ക്ഷമ വേണം, നല്ല ആഗ്രഹം വേണം, പിന്നെന്താ വേണ്ടത്? നല്ല ഹാർഡ് വർക്ക് വേണം. ഇതിന്റെ വാല്യൂ അനുസരിച്ചാവും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുക. അല്ലാണ്ട് ഞാൻ ഒരിക്കലും എന്താ പറയുക ബുദ്ധിപരമായിട്ട് അളക്കുന്ന എനിക്ക് കണ്ടിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കണ്ട് പറയുമ്പോൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു ധാരണ പിള്ളേർക്കുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഏത് ആൾക്കാർക്കും പഠിച്ച് എത്താൻ പറ്റുന്നു. ഒരു 130-150 ഉള്ള ആളുകളൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 150 ഉള്ള ആൾക്കാർ അവരിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതന്നെ കണ്ടിന്യൂ ചെയ്യുക. 150 വെറുതെ എത്തിയൊന്നുമല്ല, അതന്നെ കണ്ടിന്യൂ ചെയ്താൽ. 130 ഉള്ള ആളോട് എന്ത് പറയും? 130 ഉള്ള ആളോട് പറയുകയാണെങ്കിൽ അവരിപ്പോൾ കണ്ടന്റ് ഏകദേശമൊക്കെ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അവർ മാക്സിമം അതിൽ ക്വസ്റ്റ്യൻ ചെയ്ത് റിവിഷനും സ്ട്രോങ് ആക്കി കൊണ്ടുപോകാം. അവർക്കുള്ളൊരു പ്രധാന പ്രശ്നമുണ്ട്, ഇങ്ങനെ 130 കയറി വെച്ചിട്ട് 140 എത്തും. ഒരു എക്സാം ചെയ്ത് വേഗം ഇനി 120 എത്തും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ GT എഴുതുമ്പോൾ പല മിസ്റ്റേക്കും വരുത്തുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക പകുതി എത്തുമ്പോൾ തന്നെ ആൻസർ പോയി തന്നെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. ഒരിക്കലും നമ്മൾ മുന്നേ പ്രഡിക്റ്റ് ചെയ്ത് എക്സാമിനർ നമ്മളെക്കാൾ വളഞ്ഞ ആൾക്കാരായിരിക്കും. അവർ ലാസ്റ്റ് എന്തായാലും ഡുനോട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ പറ്റിക്കും, ഓഡ് എക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും. അപ്പോൾ ഫുള്ളായിട്ട് വായിക്കും. ഇവരില്ലാത്തതിന്റെ കുഴപ്പമായിരിക്കില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പമായിരിക്കും. ഉറപ്പാണ് നമ്മൾ പറ്റിക്കാൻ. INCT ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. നമ്മുടെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്തത് നമ്മുടെ. പിന്നെ GT അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ GT അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ 30 to 40 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സെറ്റ് കഴിയണം, ഒരു സെറ്റ് കഴിയണം. എന്നിട്ട് നമ്മൾ പിന്നെ റിവൈസ് ചെയ്യാൻ വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അവിടെ വിടണം, പിന്നെ അതിൽ ചിന്തിച്ചിരിക്കരുത്. എന്നിട്ട് നേരെ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വന്ന് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഫസ്റ്റ് മുതൽ റിവ്യൂ ചെയ്യാൻ തുടങ്ങുക. നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് ഓപ്ഷൻ കറക്റ്റായി മാർക്ക് ചെയ്താൽ നോക്കുക. അത് നമ്മൾ GT കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് മാത്രമേ നമ്മളെ എക്സാം ഹാളിലും വരുള്ളൂ. എനിക്കതിനകത്ത് വേറെ തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണോ പോകേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഡെയിലി വർക്ക് ചെയ്താൽ ട്രാക്കിലേക്ക് അങ്ങ് എത്തിക്കോളൂ അല്ലേ? ഷുവറായിട്ട് ഞാൻ അങ്ങനെ എക്സാമ്പിളാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും ഈ ഐഡിയ ഒരു ഇന്റർവ്യൂന്ന് കിട്ടണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തരണോ, ഒരു മെന്റർ പറയണോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നോട്ട് ഇതേ രൂപത്തിൽ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഐഡിയ നമ്മൾ വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടിലേക്ക് വേണം കുറച്ചുകൂടി ടയറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഹാൻഡിൽ ചെയ്താൽ മതി. അങ്ങനത്തെ ഓട്ടോ ആയിട്ട് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് എത്തും എന്നുള്ളതാണ് അല്ലേ? ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. GT ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. അല്ലാതെ 100% പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയോ ഒന്നുമില്ല. അതെല്ലാം എന്താ പറയുക നമ്മൾ പഠിച്ചത് വെച്ച് പിന്നെ 3 മണിക്കൂർ നമ്മളതിനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കുട്ടികളെ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം പാനിക് ആവുന്നത് അറിയാം. അതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ റെഡിയാക്കി വെക്കണം എക്സാമിനൊക്കെ വേണ്ടിയിട്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ചെറിയ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെന്റൽ ഹെൽത്ത് റെഡിയാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തോ റെഡിയാക്കാനുണ്ടോ അല്ലെങ്കിൽ പണി കൂടുതൽ എടുത്താൽ പോരെ? എന്താ പണി കൂടുതൽ എടുത്താൽ മതി. എക്സാക്ട്ലി. ഇതെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റൽ ഹെൽത്ത് റെഡിയാക്കുക എന്നുള്ളത് ചിലർ വിചാരിക്കുന്നത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഈ എക്സാമിൽ പോയിട്ട് ടെൻഷൻ ആവുക, ഈ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ഓട്ടോ ആയിട്ട് പിന്നെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് വരിക എന്നുള്ളതാണ് അല്ലേ?
അപ്പോൾ ഇന്ന് ടെൻഷൻ ആയിരിക്കുന്ന ആളുകളുണ്ട്. ഹനീന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാമിന് 100ൻ്റെ അടിയിൽ റാങ്ക് വാങ്ങിച്ച ആൾക്കും ഇതേ ഫേസാണ് എക്സാമിൻ്റെ മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ, എക്സാമിൻ്റെ മുന്നേ എത്ര ദിവസം മുന്നേ കോൺഫിഡൻ്റ് ആയിരുന്നു? എക്സാമിന് മുന്നേ 20 ഡേയ്സ് ആ സമയത്ത് തന്നെ ഞാൻ 20 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ 2 റിവിഷൻ തീർക്കും എന്നുള്ള മൈൻഡ് സെറ്റ് അന്നേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തീർക്കും, എക്സാമിന് എന്തായാലും ക്രാക്ക് ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ആരോട് പറയാറില്ല അത് പറ്റുന്നു. ആ 2 റിവിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെയാണ് കോൺഫിഡൻറ്റ് വരുന്നത് അല്ലേ? എക്സാം പക്ഷേ കുറച്ചുകൂടി ടഫായിരുന്നു. നവംബറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ടഫായിരുന്നു. പക്ഷേ ഓപ്ഷൻ റൂൾ ഔട്ട് ചെയ്യാനുള്ള വകുപ്പൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അതൊക്കെ നമ്മുടെ സാർമാരൊക്കെ പറയാറുണ്ടായിരുന്നു ആദ്യം, നിങ്ങൾ ഫുള്ളി ഒരിക്കലും നമുക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റൂല, ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാനുള്ള വകുപ്പ് എന്തായാലും ഉണ്ടെന്ന്. ഫാക്കൽറ്റീനെ എടുത്ത് പറയുകയാണെങ്കിൽ ആരൊക്കെ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാനുള്ളത്? അനാട്ടമിൻ്റെ സാർ അശ്വിനി സാർ ലെജൻഡാണൊന്നും പറയാനില്ല. പിന്നെ തമീം സാർ, നസീർ സാർ, പാത്തോളജീൻ്റെ പ്രവീൺ സാർ, ഭയങ്കര അടിപൊളിയാണ്. ഫാക്കൽറ്റീസിന്റെ ആ വേ ഔട്ട് വരുമ്പോൾ നമ്മൾ തന്നെ പാഷനേറ്റ് ആവും അല്ലേ? തമീം സാറിന്റെ ക്ലാസ് കേട്ട് കുറെ പേര് മെഡിസിൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ തോന്നും, പക്ഷേ ഇനിയും പഠിക്കണം കുറെ ആർഡി എന്ന് വിചാരിച്ച് വന്ന ആളുകൾ തമീം സാറിന്റെ ക്ലാസ് എന്നിട്ട് മെഡിസിൻ ഫാൻസ് ആയിട്ട് പോയിട്ട് സാറെ ക്ലാസ് ആയിട്ട് സാറെ ഡീൽ ചെയ്യുന്ന തന്നെ ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ആയതുകൊണ്ട് എന്താ പറയാ, ഫൈനൽ ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും ആ ക്ലാസ്സിൽ. അപ്പോൾ അവരൊക്കെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. സാർ അതൊക്കെ ഡീൽ ചെയ്യുന്ന ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫാനായി പോകും. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേണ്ട ഒരു സ്പെഷ്യാലിറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലി വിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജിപ്മറിലേക്കോ എയിംസിലേക്കോ അപ്ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഒരു ഫൈനൽ വേർഡ് പറയുകയാണെങ്കിൽ 2 മാസമുള്ള ഈ ഓൾ ടുഗദർ കുട്ടികളുണ്ട്. മേ ബി നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു കൊടുക്കും? നിങ്ങൾക്ക് ഒരു അവസരമാണ്. മേ ബി നിങ്ങൾ PG നാളെ മുതൽ പണിയെടുക്കാൻ കയറുകയാണ്, അതിൻ്റെ മുന്നേ ഒരു ഫ്രണ്ടിനെ കണ്ട് ഒരു എന്ത് പറയുമെന്ന് പറഞ്ഞാൽ എന്ത് പറയും? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള 100% എഫേർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വെച്ച് നോക്കുമ്പോൾ അടുത്ത ദിവസം എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം. ഒന്നിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ പഠിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക പഠിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ, അല്ലെങ്കിൽ GT അറ്റൻഡ് ചെയ്യുന്ന രീതി എന്താണ് ഞാൻ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ആ രീതിയിലൊക്കെ എക്സാമിനെ ഫേസ് ചെയ്യുക. എന്നിട്ട് ഓരോ എക്സാമും റിയലായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് കൂളായി ധൈര്യത്തോടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. അതന്നെ അടിപൊളിയാക്കാം. ഇനി ഞാൻ ഒരു ക്വസ്റ്റിന് കൂടി, ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളോട് എന്ത് പറയും? ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്ത് ഒന്നും പറയാനില്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ പോവാണ്. എന്താ പറയാ, പഠിക്കാതെ എന്തായാലും ഇതിൽ ഈ കോമ്പറ്റീഷന് രക്ഷപ്പെടില്ല. പഠിക്കുക തന്നെ വേണം. അത് അത്യാവശ്യം നല്ലോണം പഠിക്കണം. നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 12 hours എന്തായാലും വേണ്ടി വരും. നിങ്ങളിപ്പം വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളത് അവസാനം മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂടെ ഇടയിൽ തന്നെ ചോദിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും വിളിക്കാറുണ്ടോ? നിങ്ങൾ പേര് എന്താ വിളിക്കാറുള്ളത്? അനിയൻ തന്നെയാണോ വിളിക്കുക? കരിക്കിലെ ലോലനെ പോലെയൊക്കെ കണ്ടു. അത് ലോലൻ എന്നാരെങ്കിലും വിളിക്കാറുണ്ടോ? വിളിക്കാറൊന്നുമില്ല. എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ലോലൻ ചെറിയ കട്ടുണ്ട് എന്ന് പറയാം. മാത്രമല്ല ലോലൻ അതേ ചിരിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സ് വന്ന് ആരെങ്കിലും മീറ്റ് ചോദിച്ചിട്ടുണ്ടോ? സ്ട്രേഞ്ചേഴ്സ് ഇല്ല, PGs എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി വെരി ബെസ്റ്റ് കൊടുക്കാം. ആൻഡ് ഓൾസോ അനിയൻ വണ്ടർഫുള്ളി ഡൺ. അപ്പോൾ ഫർദർ PG പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയ കാര്യത്തിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഒക്കെ എടുത്ത് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.